നമസ്കാരം. തൃശ്ശൂർ നിറയെ മോദിൻ്റെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞ് രാവിലെ തന്നെ തേക്കിൻകാട് മൈതാനി വഴി നെഞ്ചും വിരിച്ച് നടന്ന കുറേ ആളുകൾ അവിടെ കണ്ടൊരു കാഴ്ച കണ്ട് ഞെട്ടി എന്നാണ് പറയുന്നത്. അവിടെ കുറേ ആൾക്കാരെ ചാണവും വെള്ളവും തെളിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ. ഇപ്പുറത്ത് നോക്കുമ്പം വേറെ കുറേ ആൾ മോദിനെ ചീത്ത വിളിക്കുന്നു. മണിപ്പൂരിലേക്ക് നോക്കൂ, ഡൽഹിയിലേക്ക് നോക്കൂ, സാക്ഷി മാലിക്കിനെ നോക്കൂ എന്നൊക്കെ പറയുന്നു. കേരളം കീഴടക്കി തൃശ്ശൂർ എടുത്തു എന്നൊക്കെ ഇന്നലെ രാത്രി മോദി ഗ്യാരണ്ടി പ്രസംഗത്തിൻ്റെ പ്രഭയിൽ സ്വപ്നം കണ്ടുറങ്ങിയ ആൾക്കാർ രാവിലെ തന്നെ കേൾക്കുന്ന വർത്തമാനമാണ് ഇതെല്ലാം. അവരുടെ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കരിച്ചു കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ. മോദി മടങ്ങിപ്പോയതിൻ്റെ തൊട്ടു പിറ്റേന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. നരേന്ദ്രമോദി കേരളത്തിൽ വന്നത് വമ്പൻ ഒഴുക്കും വലിയ മുന്നേറ്റവും ഒക്കെ ഉണ്ടാക്കാനാണെന്ന് ഇന്നലെയും മിനിയാന്നും അതിൻ്റെ തലേന്നും ഒക്കെ ആയിട്ട് ചാനലുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യായിരുന്നു. പത്രങ്ങളിപ്പോൾ ഇന്നൊക്കെ കണ്ടാൽ BJP കേരളത്തിൽ 20 സീറ്റും പിടിച്ചു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം നേടും എന്ന മട്ടിലാണ് കാര്യങ്ങൾ. മോദി വരുന്നതോടുകൂടി മണിപ്പൂരിനെക്കുറിച്ച് ആശങ്കപ്പെട്ട, അവിടെ നഗ്നരാക്കി സ്ത്രീകളെ നടത്തിച്ച ക്രൂരതയൊക്കെ മറക്കും. കേരളത്തിൽ മറ്റു തരത്തിൽ BJPയോടുള്ള കംപ്ലീറ്റ് അനിഷ്ടം പോവും. ബാബറി മസ്ജിദ് പൊളിച്ച് അമ്പലം ഉണ്ടാക്കിയ പ്രശ്നത്തിലുള്ള എല്ലാ വിഷമവും എല്ലാവരുടെയും അവസാനിക്കും. ഇത് അസാധാരണമായ മുന്നേറ്റമാണ് എന്നാണ് ഇന്നലത്തെ മുൻനിര ചാനലുകളുടെ റിപ്പോർട്ടർമാർ വരെ ലൈവിലിരുന്ന് പറയുന്നത് കേട്ടത്. ഇമാതിരി മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോദി വന്നു. പ്രസംഗം കേട്ട് എന്തോ മോദി ഗ്യാരണ്ടി, മോദി മുക്ക് സ്വർണം, അങ്ങനെയൊക്കെയുള്ള പ്രയോഗം, ഗ്യാരണ്ടി സ്വർണം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു പ്രയോഗം കൂടി നടത്തിയിട്ടാണ് മോദി തിരിച്ചുപോയത്. ഈ തിരിച്ചുപോക്കിന് ശേഷം കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തിരിയുന്നില്ല. ഇന്ന് രാവിലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വക സർജിക്കൽ സ്ട്രൈക്ക്. മോദി പോയതിൻ്റെ തൊട്ട് പിന്നാലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സർജിക്കൽ സ്ട്രൈക്ക് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് സ്ട്രൈക്ക്. അതും കഴിഞ്ഞ് ക്ഷീണത്തിലിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ബിനോയ് വിശ്വത്തിൻ്റെ മണിപ്പൂർ സ്ട്രൈക്ക്. പിന്നെ K രാജൻ്റെ വക, K മുരളീധരൻ്റെ വക കംപ്ലീറ്റ് ഞാഞ്ഞ് പടപടാ പൊട്ടുമായിരുന്നു. ഇന്നലെ ഇങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന കൊട്ടാരത്തിൻ്റെ അടിത്തറ ഒരിളക്കത്തിലൂടെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലുള്ളത്. ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ചാനലുകളും പത്രങ്ങളും എല്ലാം എഴുതി പൂർത്തീകരിച്ചാലും രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം സ്ത്രീകളെയും വിളിച്ചുകൂട്ടി പ്രധാനമന്ത്രി വന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പ്രസംഗിച്ച് പോയാൽ സുരേഷ് ഗോപി സ്വയം MP ഒന്നും ആവില്ലല്ലോ. തൃശ്ശൂരെങ്കിലും ജയിക്കാനുള്ള മത്സരമെങ്കിലും വരണ്ടേ. എന്തായാലും മത്സരം വരുന്നതിന് മുന്നേ തന്നെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്ന മട്ടിലാണ് കോൺഗ്രസ്സുകാർ. തൊട്ടു പിന്നാലെ CPIക്കാരും ഒക്കെ കൂടി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, തൃശ്ശൂർ പോലും എളുപ്പമല്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. എന്താണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇന്നലത്തെ പരിപാടിയിൽ മോദീൻ്റെ കൂടെ ഇങ്ങനെ സുരേഷ് ഗോപിനെയും കൊണ്ടാണ് യാത്രയെന്നല്ല പറഞ്ഞത്. എന്തിനാണ് സുരേഷ് ഗോപിയെ വെച്ചതെന്ന് സംഘടനക്കാർ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ ചോദിക്കില്ല. കാരണം സുരേഷ് ഗോപിക്ക് ഇവിടുത്തെ സുരേന്ദ്രനും മുരളീധരനും അല്ല, അമിത്ഷായും മോദിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മൂപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ഥാനാർത്ഥിത്വം അവരുടെ കാര്യമേ ഉള്ളൂ, ഇവിടെ ആരും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിനെ അങ്ങനെ കൊണ്ടുപോയി വേദിയിലൊക്കെ ഇരുത്തി തിരിച്ചു വന്ന് സുരേഷ് ഗോപി അവിടെ ഇങ്ങനെ ഇരുന്നു. കുറേ നേരം ഭീമൻ രഘുവിനെ പോലെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് മോദി എണീറ്റ് പ്രസംഗിച്ചു. അതും കഴിഞ്ഞ് അങ്ങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് അനിൽ അക്കരയുടെ പോസ്റ്റ്. അനിൽ അക്കരെ തൃശ്ശൂരിൽ ഭയങ്കരമായി കോൺഗ്രസ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ചും CPM വിരുദ്ധ സമരമാണ് നടത്തുന്നത്. പക്ഷേ മൂപ്പർക്ക് അങ്ങനെയൊന്നുമില്ല, ആരുന്നൊന്നുമില്ല. രാഷ്ട്രീയമായി ഇറങ്ങി തിരിച്ച വേറെ രക്ഷയില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം ഈ സുരേഷ് ഗോപിക്കെതിരായ ഫൈറ്റ് തന്നെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഹൈ റിച്ച് എന്ന് പറഞ്ഞിട്ട് വമ്പൻ മണി ചെയിൻ തട്ടിപ്പ് തൃശ്ശൂർ നടക്കുന്നുണ്ട്. ആരും മൈൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓരോ ഘട്ടമായി ഖണ്ഡമായി കാര്യങ്ങൾ പുറത്തുവിടുന്ന മുൻനിരയിൽ നിന്നിട്ട് ഏക യുദ്ധം നടത്തുന്ന ആൾ, ഏകാംഗ യുദ്ധം നയിക്കുന്ന ഒരാൾ അനിൽ അക്കരയാണ്. സുരേഷ് ഗോപിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഹൈ റിച്ചിൻ്റെ അവരുടെ OTTയോ എന്തോ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞ സുരേഷ് ഗോപി ഇങ്ങനെ സംശയനിലയിലുള്ള ഒരാൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക? ഇപ്പോഴും ഹൈ റിച്ച് ആത്മവിശ്വാസത്തോടെ പറയുന്നതിന് പിന്നിൽ ഇനി കേന്ദ്രം വഴിയുള്ള ED CBI മാർഗം വല്ലതുണ്ടോ എന്നൊക്കെയുള്ള സംശയം അനിൽ അക്കരെ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അനിൽ അക്കരയുടെ സംശയത്തിലേക്ക് പോവാം. സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ വനിതകൾക്ക് മോദിയുടെ ഗ്യാരണ്ടി. പ്രധാനമന്ത്രി താങ്കൾ ഗ്യാരണ്ടികൾ പ്രഖ്യാപനം നടത്തുമ്പോൾ ചുരുങ്ങിയത് വേദിയിലുള്ള സുരേഷ് ഗോപിയോട് കോഴിക്കോട് കേസിൽ ഒരു ജാമ്യമോ ഒരു സ്റ്റേയോ വാങ്ങാൻ പറയാമായിരുന്നു. കോഴിക്കോട് മാധ്യമ പ്രവർത്തകയ്ക്കെതിരായ അദ്ദേഹത്തിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള സംഭവമുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം ജാമ്യം എടുത്തിട്ടില്ല.
ആ കേസിൽ FIR കോഷ് ചെയ്യാനുള്ള സ്റ്റേ പോലും വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പ്രതിയായി നിൽക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ. അതിനെക്കുറിച്ചാണ് അനിൽ അക്കരെ ഒന്നാമതായി പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ചും തമ്മിലുള്ള ബന്ധവും ഒന്ന് വ്യക്തമാക്കാൻ പറയാമായിരുന്നു. ഞാൻ കുറിപ്പിൽ സൂചിപ്പിച്ച 2 വിഷയത്തിലും സുരേഷ് ഗോപി കളങ്കിതനാണ്. ഒന്ന് ഒരു വനിതയെ അപമാനിച്ച കേസാണ്, മറ്റൊന്നൊരു തട്ടിപ്പ് കമ്പനിയാണ്. രണ്ടിലും വ്യക്തത വരുത്തേണ്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ്. ഒന്ന്, വനിതയെ അപമാനിച്ച കേസിൽ ചുരുങ്ങിയത് ഒരു മുൻകൂർ ജാമ്യം എടുക്കണമായിരുന്നു. 2, സർക്കാർ ജപ്തി ചെയ്ത മണി ചെയിൻ കമ്പനിയിൽ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല, ഈ തട്ടിപ്പ് നടത്തിയ ലീഡർമാരെ ആദരിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ വ്യക്തത വരുത്തണം. എന്നിട്ട് അനിൽ അക്കര തൻ്റെ പോസ്റ്റിൻ്റെ കൂടെ ഈ മണി ചെയിൻ കമ്പനി ലീഡേഴ്സിനെ ആദരിക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്രതിക്കൂട്ടിലായ, ഇത്രയും വലിയ അന്വേഷണം നേരിടുന്ന, പോലീസ് പിടിച്ച് അകത്തിട്ടിരിക്കുന്ന ഈ കമ്പനിയുടെ നേതാക്കന്മാരെക്കുറിച്ചോ ലീഡർമാരെക്കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് തനിക്ക് ഒരു ബന്ധവുമില്ല എന്നതിനെക്കുറിച്ചോ ഒന്നും സുരേഷ് ഗോപി ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. എനിക്ക് അവരുമായി ബന്ധമില്ല എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് അദ്ദേഹം പറയണം എന്നുള്ളതാണ് അനിൽ അക്കരെ ഉന്നയിക്കുന്ന കാര്യം. ഇതാണ് ഒന്നാമത്തെ കയറിമേയൽ. രണ്ടാമത്തേത് യൂത്ത് കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാവിലെ നെഞ്ചും വിരിച്ച് മോദി ഇഷ്ടികൾ തേക്കിൻകാടിലൂടെ നടക്കുമ്പോൾ അവിടെ ഭയങ്കര ബഹളം. അവരെത്തി നോക്കി, എന്താ സംഭവം എന്നറിയാം, കുറേ യൂത്ത് കോൺഗ്രസ്സുകാർ ചാണകവെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണത്രേ. എന്തിനാ? മോദി വന്ന സ്ഥലത്ത് ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാനാണ്. BJPക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ്. നാട്ടിലെ മുഴുവൻ ആളുകളെ അപമാനിക്കാൻ അല്ലെങ്കിൽ സമരം ചെയ്യാൻ ചാണകവെള്ളം തെളിക്കുക. അത് അവരുടെ ഒരു ശീലമാണല്ലോ, ശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പഴയ ജാതീയമായ സമ്പ്രദായങ്ങളുടെ തുടർച്ച. എന്തായാലും കോൺഗ്രസ്സുകാർ വന്ന പ്രഖ്യാപിത ലക്ഷ്യം മോദി കടന്നുപോയ ഈ ബഡായിയൊക്കെ പറഞ്ഞ സ്ഥലം ശുദ്ധീകരിക്കാനാണ്. മാത്രമല്ല, അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു, നിങ്ങൾ ചിത്രത്തിലൊക്കെ കാണുന്നുണ്ട്. ആ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടി. എന്തിനാണ് വെട്ടിയത്? മോദി വരുന്നതുകൊണ്ട് വെട്ടിയതാണത്രേ. നേരത്തെ അതിലെ ഒരു ശിഖരം മനുഷ്യൻ്റെ മേത്ത് വീഴുന്നു എന്ന് പറഞ്ഞ് ഒടിഞ്ഞു വീണ ശിഖരം വെട്ടിമാറ്റുമ്പോൾ സമരം നടത്തിയ ആളാണ്. ശിവൻ്റെ ജടയാണ്, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആൾക്കാരാണ് BJPക്കാർ. ഇപ്പോൾ മോദി വരുന്നതിന് മുന്നോടിയായിട്ട് അവിടെ കംപ്ലീറ്റ് ഈ ആലിൻ്റെ എല്ലാ ശിഖരവും ഏകദേശം വെട്ടിമാറ്റി എന്നാണ് പറയുന്നത്. വെട്ടിമാറ്റൽ ആരംഭിച്ച കാലത്തെ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഏരിയയിൽ 1-ാം തീയതിക്ക് ശേഷം മനുഷ്യന്മാരൊന്നും കയറ്റാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാ ഭാഗവും ആളുകൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഭാഗം ഉൾപ്പെടെ 1, 2, 3 തീയതികളിൽ കുട്ടിയടച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ഇതൊന്നും നിങ്ങൾ പത്രത്തൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, ചാനലുകാരും വാർത്തയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇത്ര മാത്രം മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് അവിടെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ ഇന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലോ. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തു. യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങോട്ട് നടത്തി. മൂന്നാമത്തെ കാര്യം, ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടി പാടില്ല എന്ന് നിരന്തരം പറയുന്ന കോടതിയും BJPക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് വനിതകളുടെ പരിപാടിയാണല്ലോ നടത്തിയത്. അവിടെ അതൊന്നും അവർക്ക് ബാധകമല്ല. നമ്മുടെ വടക്കുനാഥൻ്റെ, നമ്മുടെ തേക്കിൻകാട് മൈതാനത്ത് തന്നെയാണ് ഈ പരിപാടി നടത്തിയത്. നമ്മളെ കാര്യത്തിൽ അതൊന്നും ബാധകമല്ല. നമ്മൾ ദൈവികമായ പ്രത്യേകതകളുള്ള ആളുകളാണ്. പാദസ്പർശമേറ്റാൽ മണൽത്തരി ഉണർന്നെണീറ്റ് വരുന്ന സാഹചര്യമാണെന്ന് PT ഉഷ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മാതിരി പ്രത്യേകതയുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ശിവൻ്റെ ജടയിൽ എന്ത് വേണമെങ്കിലും ഞങ്ങൾ വെട്ടും എന്നുള്ളതാണ് പ്രഖ്യാപനം. എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ 4 സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അങ്ങോട്ട് ചാണകവെള്ളമായിട്ട് പോയി സമരം നടത്തി. മോദീൻ്റെ ആ ഗ്യാരണ്ടിയൊക്കെ അങ്ങ് ഇടിച്ച് പൊളിച്ച് കടന്നു കളഞ്ഞു. അത് കഴിയുമ്പോഴാണ് മുരളീധരൻ വരുന്നത്. തൃശ്ശൂർ എടുത്തുകൊണ്ടായി ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും എടുക്കുന്ന കാര്യം നടക്കുന്നതല്ല എന്നുള്ള പ്രതികരണവുമായി മുരളീധരൻ രംഗത്ത് വന്നു. തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ വേണ്ടേ? അതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയത് നമുക്ക് അതിൽ തൃശ്ശൂരൊക്കെ നാളെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയി നമ്മളെങ്ങനെ തൃശ്ശൂർ പോകും? വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിയെന്നാണ് BJP അവകാശപ്പെടുന്നത്. അത് ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്ക് അറിയാം, വീട്ടമ്മവർക്ക് അറിയാം. തൃശ്ശൂർ TN പ്രതാപൻ MP ആയിരിക്കുന്ന സ്ഥലമാണ്, കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. അവർ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. സുരേഷ് ഗോപിക്ക് അങ്ങനെയൊന്നും എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അടുത്തതായി അവിടെ ഇത്തവണയും സീറ്റ് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന LDFൻ്റെ ഘടകകക്ഷി CPI VS സുനിൽകുമാറിനെയൊക്കെ വെച്ചൊരു വൻ പോരാട്ടത്തിനും TN പ്രതാപനെയും തോൽപ്പിച്ച് മുന്നോട്ട് വരാനും ആ സീറ്റ് പിടിച്ചെടുക്കാനുമുള്ള അണിയറ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് മോദി സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് പോയതിനെക്കുറിച്ച് കേട്ട CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അങ്ങ് ഇറങ്ങി പുറപ്പെട്ടത്. മണിപ്പൂർ പോയിട്ട് കാര്യം പറയണം എന്ന് മോദിയോട് ബിനോയ് വിശ്വം അങ്ങ് പറഞ്ഞളഞ്ഞു. കാര്യമില്ല, അദ്ദേഹം ദയവായിട്ടൊന്ന് മണിപ്പൂർ വരെ പോകണം. മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണ്. അദ്ദേഹം ഉലകം ചുറ്റും വാലിബാനാണ്. ആ ഉലകം ചുറ്റും വാലിബാൻ ദയവായി മാപ്പെടുത്ത് മണിപ്പൂർ എവിടെയാണെന്ന് നോക്കി അവിടെ വരെ പോകണം. എന്നിട്ട് മണിപ്പൂരിലെ സ്ത്രീകളോട് പറയണം, ഞാൻ വരാൻ വൈകി പോയി, ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു, നഗ്നരാക്കപ്പെട്ട് നിങ്ങൾ തെരുവിൽ നടത്തപ്പെട്ടപ്പോൾ
നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനാകാത്തത് എൻ്റെ കുറ്റമായി പോയി. അതിന് മാപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാനിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ വിളിക്കും ഇത് നാടകമായിരുന്നു, വെറും നാടകം. തൊട്ടു പിന്നാലെ മറ്റൊരു വെടി പൊട്ടിക്കുന്നു കെ രാജൻ, CPIയുടെ മന്ത്രി കൂടിയായ കെ രാജൻ. രാജനും പറയുന്നതാ ആ മോദിയോടൊരു കണ്ണ് ചോരയില്ലാത്ത വർത്താനം. തൃശ്ശൂർ സീറ്റ് ഇനി എത്ര വലിയ, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആൾ വന്നല്ലോ, പ്രധാനമന്ത്രി വന്നല്ലോ, തൃശ്ശൂരിൻ്റെ സീറ്റ് ഇനി ആരും ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട. അതുകൊണ്ട് ഇന്നലത്തെ ഒറ്റ പരിപാടിയോടെ കേരളമാകെ മാറി എന്ന് പറഞ്ഞ മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് ആവേശം പൂണ്ട മോദിയിസ്റ്റുകൾക്ക്, ഗോപിയിസ്റ്റുകൾക്ക് ഒക്കെ ഉള്ള മറുപടി മൊത്തത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ കൊടുത്തു കളഞ്ഞ്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ പോലെ ഇന്നും പറയണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ആളും ബഹളവും കൂട്ടി ഒരുപാട് ജനത്തെ അണിനിരത്തി ഏതെങ്കിലും സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയൊക്കെ കൊണ്ടുവന്ന് കുറേ പ്രസംഗമൊക്കെ നടത്തിയാൽ മണ്ഡലത്തിൽ ജയിച്ചു കളയാം എന്നുള്ളതാണെങ്കിൽ ഈ നവകേരള സദസ്സിനടുത്ത് CPM 20 സീറ്റ് നേടുമല്ലോ. അമ്മാതിരി പരിപാടിയാണല്ലോ ഓരോ മണ്ഡലത്തിലും ആളുകളെ കൂട്ടി നടത്തിയത്. അതൊന്നുമല്ല വേണ്ടത്. അടിത്തട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കുന്ന, ജനങ്ങളോട് അനുഭാവം കാണിക്കുന്ന, സ്ത്രീകളെ പെരുവഴിയിൽ നഗ്നരായി നടത്തിച്ചുകൊണ്ട് പീഡിപ്പിക്കാത്ത രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമായ കായിക താരങ്ങൾ അവരുടെ മെഡലുകൾ വലിച്ചെറിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാത്ത, അവരുടെ അനുഭവം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ സ്വീകാര്യതയാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി. അതുതന്നെയേ കേരളത്തിൽ നടക്കൂ. മറ്റെവിടെയെങ്കിലും നടക്കുന്നത് ഇവിടെയും നടത്താം എന്ന് സ്വപ്നം കണ്ടാൽ അതൊന്നും വിജയിക്കുന്ന കാര്യമില്ല എന്ന് മാത്രമാണ് ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാ ഗ്യാരണ്ടിയും അവിടെ വെച്ചിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ ചിലപ്പോൾ അവർ എല്ലാവരും സ്വീകരിക്കുമായിരിക്കും. കവി പാടിയതുപോലെ മനുഷ്യ കഥാനുഗായി ആവുന്ന മതമോ വർഗമോ ജാതിയോ മറ്റെന്തെങ്കിലും വെറുപ്പോ ഇല്ലാത്ത, മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന രാഷ്ട്രീയ നൈപുണ്യമുള്ള ആളുകൾക്ക് സ്വപ്നവും പ്രതീക്ഷയും ഒക്കെയായി കേരളത്തിലേക്ക് വരാം. അത് സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള ശുഭപ്രതീക്ഷ. നന്ദി, നമസ്കാരം.